നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം പഠനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, നീ വാക്കുകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ വാക്കുകളെ തന്ന് അനുഗ്രഹിച്ച് കർത്താവെ ഹൃദയസ്പർശിയായിട്ട് നിൻ്റെ വാക്കുകളെ അറിയിക്കാനും അത് ഞങ്ങളുടെ ആത്മാവിനും ഞങ്ങളുടെ ലൗകികമായ ജീവിതത്തിനും അനുഗ്രഹപ്രദമായി തീരാനും അനേകർക്ക് പ്രയോജനപ്പെടാനും അതിലൂടെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അത് ആഞ്ഞ് പറിച്ച് കയറണമേ കർത്താവെ. മാത്രമല്ല കർത്താവെ, അത് അനേകർക്ക് വീണ്ടും പ്രകാശമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വാക്കുകൾ ഞങ്ങളിൽ വരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമ്മൾ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം മുതലാണ്. 17-ാം വാക്യം ഞാൻ വായിക്കുന്നു. 17, നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാനതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. 18-ാം വാക്യം, ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുവീൻ. ഒരു നൈവേദ്യമായിട്ട് ചൊരിയേണ്ടി വന്നാൽ തന്നെയും അതിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും പൗലോസ് തയ്യാറാണ്. ആത്മാക്കളെ നേടുന്നതിലുള്ള ആ സന്തോഷമാണ് അവിടെ കാണിക്കുന്നത്. ആത്മാക്കളെ നേടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ അയച്ചത്. ഒരാത്മാവ് രക്ഷപ്പെടുമ്പോൾ സ്വർഗം അങ്ങ് സന്തോഷിക്കുകയാണ്. അപ്പോൾ അത് ആനന്ദകരമായ ഒരു കാര്യമാണ്. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ആത്മാക്കളെ നേടുന്നത് സന്തോഷപ്രദമാണെന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു. വേലയുടെ വിജയത്തിന് ആനന്ദം ആവശ്യമാണ്. സങ്കീർത്തനം 51 നമ്മൾ സാധാരണ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നു, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴിപഠിപ്പിക്കും, പാപികൾ അങ്ങയിലേക്ക് തിരിയുകയും ചെയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യും. സങ്കീർത്തനം 126 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ലൗകികമായ അല്ലെങ്കിൽ ഭൗമികമായ ചില കാര്യങ്ങൾ താരതമ്യം ചെയ്തിട്ടാണ് ആത്മീയമായ ഒരു കാര്യം പൗലോസിലൂടെ വിവരിക്കുന്നത്. വിതയ്ക്കാൻ പോകുന്നവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നു, പക്ഷേ ചുമന്നുകൊണ്ട് വരുന്നത് സന്തോഷത്തോടെയാണ്. ഏത്? വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആനന്ദത്തോടെ വരും. കറ്റ എടുത്ത് അത് ചുമന്നുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആത്മീയമായതിനെ ഈ ഭൂമിയിലെ ഒരു കാര്യം കൊണ്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. അങ്ങനെയാണ് നമ്മൾ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഈ ഭൂമിയിലെ കാര്യങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കും. ഇപ്പം നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ചില കുട്ടികൾക്ക് വലിയ സന്തോഷം, ചില കുട്ടികൾക്ക് സങ്കടം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി അവരെ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ പഠിച്ചു. വിജയം വന്നപ്പോൾ
റാങ്ക് ലിസ്റ്റൊക്കെ വന്നപ്പോഴത്തേന് ഉന്നതമായ റാങ്ക്, ഉന്നതമായ മാർക്ക്, സന്തോഷിക്കുന്നു. അപ്പോൾ കുറച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം കഠിന പ്രയത്നം ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ അവർക്ക് കിട്ടിയ ആനന്ദം കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ആത്മീയ കാര്യങ്ങളിലും അങ്ങനെ തന്നെ വിതയ്ക്ക്, കണ്ണുനീരോടെ വിതയ്ക്ക്, ജോലി ചെയ്യ്, ആനന്ദത്തോടെ കൊയ്തെടുക്കാൻ സാധിക്കും. ഒരാത്മാവിനെങ്കിലും നേടിയെങ്കിൽ എന്തൊരു സന്തോഷമാണ്. യേശുരൂപം പറഞ്ഞിട്ടുണ്ട്, ഈ കാണാതെ പോയ ആടിനെ കണ്ടു കിട്ടുന്നതിന് കാര്യം എന്തൊരു സന്തോഷം അതിനെ കണ്ടു കിട്ടിയപ്പോൾ. ലൂക്ക 15-5, 6, 7 വാക്യങ്ങളാണ് ഞാൻ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമയുണ്ട്, കാണാതെ പോയ ഒരു നാണയത്തുട്ടിൻ്റെ ഉപമയുണ്ട്, ധൂർത്തപുത്രൻ്റെ ഉപമ, മുടിയനായ പുത്രൻ്റെ ഉപമ അവിടെ ഉണ്ട്. എല്ലാം ഒരാശയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാണാതെ പോയി, പക്ഷെ കണ്ടു കിട്ടുന്നു. എന്തൊരു സന്തോഷം! കാണാതെ പോയ ആടിനെ കണ്ടു കിട്ടുമ്പോൾ സന്തോഷത്തോടെ അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ വീട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവീൻ, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവീൻ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിൽ അധികമായി അനുതപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 99 പേര് നീതിമാന്മാർ, അവർ കുഴപ്പമില്ല, അവരവിടെ നിൽക്കുക. പക്ഷെ ഒരാളാണ് തെറ്റിപ്പോയത്. അത് അനുതപിച്ച് അവൻ വരുമ്പോൾ ഈ 99-നെക്കാട്ടിൽ, നീതിമാന്മാരെക്കാട്ടിൽ കൂടുതൽ സന്തോഷം ആ ഒരു ഭാവിയെക്കുറിച്ച് ഉണ്ടാകും. അതൊരു പ്രധാന സംഗതിയാണ്. ആ നഷ്ടപ്പെട്ട പോയ ഒരാടിനെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മളിപ്പം വായിച്ചു, അതിനെ തോളിലേറ്റിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. നീതിമാന്മാരെ ആരെയും ഇതുവരെ തോളിലേറ്റിയില്ല, പക്ഷെ നഷ്ടപ്പെട്ടു പോയതിനെ തോളിലേറ്റിക്കൊണ്ട് വരുന്നു. അത് ഒരു തരത്തിലൊരു ഭാഗ്യമാണെന്ന് വിചാരിച്ചു. പാപം ചെയ്യണമെന്നല്ല, നഷ്ടപ്പെട്ടു പോകണമെന്നുമല്ല. പക്ഷേ അതിനെ കർത്താവ് എത്ര വാത്സല്യത്തോടു കൂടിയാ, ആ ആട്ടിടയൻ എത്ര വാത്സല്യത്തോടു കൂടിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. തോളിലേറ്റി എടുത്തുകൊണ്ടിങ്ങ് വരുന്നു. ഇങ്ങനെ നടത്തിയും കൊണ്ടുവന്നാലും മതിയായിരുന്നു, അതല്ല, സ്നേഹം കാണിക്കുന്നു, സന്തോഷത്തോടെ കൊണ്ടുവരുന്നു. അതുപോലെ ആ കാണാതെ പോയൊരു നാണയം ഒരു സ്ത്രീയുടെ, അത് തിരിച്ചു കിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽക്കാരെയും എല്ലാം വിളിച്ചുകൂട്ടി എന്നോടുകൂടെ സന്തോഷിക്കുവീൻ എന്ന് പറയുന്നു. എന്നോടുകൂടി സന്തോഷിക്കുവീൻ. യേശു പറഞ്ഞ ഉപമയാണ്. പാലസ്തീൻ നാട്ടിൽ യോജിക്കുന്ന ഉപമയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ കേരളത്തിലൊന്നും അത് വലിയ കാര്യമൊന്നുമില്ല, കണ്ടു കിട്ടിയാലും ആരോടും പറയത്തില്ല. ഓരോ മനോഭാവം ഉണ്ട് എന്നുള്ളത് ശരി തന്നെ. എങ്കിലും കണ്ടു കിട്ടുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണ്. നമ്മൾ മറ്റുള്ളവരോടും പറഞ്ഞ് അവരുമായിട്ട് സന്തോഷം പങ്കുവെക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിക്കും. സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിക്കും എന്നൊരു കാര്യം കൊണ്ട് നമ്മൾ അറിയണം. മലയാളികൾ അതെപ്പോഴും പറയുന്നതാണ്, സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിക്കും. അപ്പം പങ്കുവെക്കുന്നതാണ് നല്ലത്. എന്നാലും ദുഃഖമോ അത് പങ്കുവെക്കുമ്പോൾ പകുതിയായിട്ട് കുറഞ്ഞു വരും. ഹൃദയത്തിൽ വലിയ ദുഃഖമാണ്, ശരി, കൂട്ടുകാരോടൊന്ന് പറ നിൻ്റെ വിഷമം. പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ദുഃഖം നേരെ പകുതിയായിട്ട് കുറയും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഈ ദുഃഖത്തിനും സന്തോഷത്തിനും ഒക്കെ ഉണ്ട്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമെന്ന് നമ്മൾ കരുതുന്ന ആ ഉപമ മുടിയനായ പുത്രൻ്റെയാണ്. വീട്ടിലെ അവൻ്റെ സ്വത്ത് ഇങ്ങ് തരാൻ പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് അങ്ങ് പോയി. പിതാവിൻ്റെ അടുത്തിൽ നിന്ന് പോയി ദൂരെയൊട്ട്. ദൈവം നമ്മുടെ പിതാവ്, ആ പിതാവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് വാങ്ങിച്ചുകൊണ്ട് നമ്മളങ്ങ് പോയാൽ, കർത്താവിൻ്റെ പക്കൽ നിന്ന് ദൂരെയോട്ട് പോവുക എന്ന് പറയുന്നത് പാപമെന്ന് പറയുന്നതിൻ്റെ ഒരു പര്യായ പദമാണ്. അപ്പോൾ അവനങ്ങ് ദൂരെ പോയി, ധൂർത്തനായി ജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാൻ ആരുമില്ല,
ഇടയനില്ല, അപ്പൻ കൂടെയില്ല, ഇഷ്ടം പോലെ അവൻ്റെ മനസ്സിൽ ഇണങ്ങിയതുപോലെ ജീവിച്ച് കാണും. അങ്ങ് ജീവിച്ചെന്നാണ് ധൂർത്തപുത്രൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ധൂർത്തടിച്ച് ജീവിച്ചു, ഇഷ്ടം പോലെ ചിലവാക്കി. ഇഷ്ടം പോലെ ചിലവാക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, തീർന്നു പോകുന്ന ഒരു അവസരമുണ്ട് എന്നിവിടെ മനസ്സിലാക്കിക്കണം. ധൂർത്തനായി ജീവിച്ചു, കയ്യിലുള്ളത് തീർന്നു, പെട്ടെന്നൊരു ക്ഷാമവും അവിടെ ഉണ്ടായി. ഇത് ദൈവം അറിയാതൊന്നും ഉണ്ടായത് ക്ഷാമങ്ങളല്ലത്. ഈ പ്രകൃതിയിലുണ്ടാകുന്ന പല ദുരിതങ്ങളും അങ്ങ് പ്രകൃതി ദുരന്തങ്ങളെന്ന് നമ്മൾ പറയുന്നു എങ്കിലും അത് സംഭവിക്കാൻ ചില കാരണങ്ങളുണ്ട് എന്നതുകൂടെ നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ക്ഷാമം ഉണ്ടായി, ഒന്നും കിട്ടുന്നില്ല ഭക്ഷിക്കാൻ. ആരെങ്കിലും തരുമോ? എന്തെങ്കിലും ജോലി ചെയ്താൽ ഭക്ഷിക്കാൻ സാധിക്കുമായിരിക്കും. വല്ല ജോലിയുണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെയൊക്കെ നടന്നു. പന്നികളെ മേയ്ക്കാനുള്ള ജോലി അവന് ഒരാൾ കൊടുത്തു. പന്നികളെ മേയ്ക്കുക യഹൂദന്മാർക്ക് എന്തൊരു വിഷമമുള്ള സംഗതിയാണ്. പന്നികളുമായിട്ട് അവർക്ക് താല്പര്യവുമില്ല. ഇനി അതിനെ അങ്ങ് മേയ്ക്കുക. എന്നിട്ട് എന്ത് കിട്ടും? ഭക്ഷണം കിട്ടുന്നോ? ഇല്ല, പന്നികൾക്ക് അമരത്തവിടെ ഭക്ഷിക്കാൻ കൊടുക്കും. പന്നികൾക്ക് അതിൽ ഇച്ചിരി എടുത്തങ്ങ് കഴിച്ചാലോ എന്ന മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷേ അവന് കഴിക്കാനൊക്കത്തില്ല. അതിന് കണക്കുള്ളതാ. പന്നികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അവനും കഴിച്ചാലോ യജമാനൻ നോക്കത്തില്ലേ? അപ്പം അതിലും പ്രയാസമായി. അപ്പോഴാണ് അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചത്. അവൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവം അവനിലേക്ക് ചൊരിഞ്ഞ ആ കൃപയാണത്. അവനിലേക്ക് ഒരു ചിന്ത ദൈവം ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു, ഒരു പ്രകാശം അവൻ്റെ തലച്ചോറിലോട്ടടിച്ചു. അതാണ് അവന് ബുദ്ധി വന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവൻ ചിന്തിക്കുക, അയ്യോ ഞാനിവിടെ കിടന്ന പട്ടിണി കിടക്കുകയാണ്, എന്തൊരു വിഷമം, ഒന്നും കഴിക്കാനില്ല, അമരത്തവിട് പോലും എടുത്ത് കഴിക്കാനൊക്കത്തില്ല. വീടിനെക്കുറിച്ച് ഓർത്തു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ, ഭൃത്യന്മാർ, ഇഷ്ടംപോലെ ഭക്ഷണം സമൃദ്ധമായി ഉണ്ടെല്ലാം. അവരത് കഴിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, ജോലിയും ചെയ്യുന്നു. ജോലി ചെയ്യാതല്ല, ജോലി ചെയ്യുന്നു. അവന് ചിന്തിച്ചപ്പോൾ അവന് മനസ്താപമുണ്ടായി, അനുതാപമുണ്ടായി. എന്താണ് ചെയ്യേണ്ടത്? തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാം. തിരിച്ച് വീട്ടിലേക്ക് പോയാൽ എനിക്ക് ഒരു മകനെന്നുള്ള സ്ഥാനം കിട്ടുമോ? അതിന് ഞാൻ യോഗ്യനാണോ? എൻ്റെ അപ്പാ, ഞാൻ ചെയ്തു പോയി, പാപം ചെയ്തു പോയി, നിനക്കെതിരായി തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ, നിൻ്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ അങ്ങെടുക്കണേ. ആ വേലക്കാരുടെ കൂടെ ഞാൻ ജീവിച്ചോളാം. ഇല്ല, അപ്പൻ സമ്മതിക്കുന്നില്ല. അപ്പൻ പറയുന്നു, വേലക്കാരനല്ല, നീ എൻ്റെ പുത്രൻ. കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പുത്രനായിട്ട് സ്വീകരിച്ച് സ്വർണ്ണമോതിരവും കാലിൽ ചെരുപ്പ്, പുതിയ വസ്ത്രങ്ങൾ. ഇല്ല, ഭർത്തന്മാരെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് കൊഴുത്ത കാളക്കുട്ടിയേക്കൊന്ന് ഭക്ഷണം തയ്യാറാക്ക്, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവനോടെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ മകൻ വേലക്കാരുടെ നമ്പരല്ല കൂട്ടിയത്, എൻ്റെ മകൻ. അനുദപിച്ച് തിരിച്ചു വരുന്ന പാപിയെക്കുറിച്ച് പിതാവായ ദൈവം കെട്ടിപ്പിടിച്ച് എൻ്റെ മോനേന്ന് വിളിക്കും. അനുദപിച്ചങ്ങ് ചെന്നാൽ മതി. ഇനിയും നമ്മൾ വേലക്കാരുമൊന്നുമല്ല, പുത്രനാണ്. അനുദപിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ പുത്രനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മൂത്ത സഹോദരന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ നിനക്ക് അടിമവേല ചെയ്തിട്ട് ഒന്നും തന്നില്ലെന്നൊക്കെയാണ് അവൻ്റെ പരാതി. അവനെ വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാൾ ചെയ്തത് അടിമവേലയാണെന്നായിരിക്കും വിചാരിച്ചത്. എൻ്റെ അപ്പൻ്റെ കൂടെ താമസിച്ച് ജോലി ചെയ്തപ്പോൾ എന്നെ മകനായിട്ട് കണക്കാക്കിയ ആ സ്നേഹവാത്സല്യങ്ങൾ ഒരുപക്ഷെ അവൻ മറന്നുപോയായിരിക്കും. ഏതായാലും തിരിച്ചു വന്ന മകന് പുത്രസഹജമായ വാത്സല്യം കിട്ടി. എന്തൊരു സന്തോഷം! ഇതാണ് സ്വർഗത്തിലും സംഭവിക്കുന്നത് എന്നാണ് യേശു ക്രിസ്തു ഈ ഉപമ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മാനസാന്തര വാർത്ത കേൾക്കുമ്പോൾ സഭയ്ക്കും സന്തോഷമാണ്. നമ്മുടെ സഭയുടെ അംഗങ്ങൾ എവിടെയെങ്കിലും പോയി മിഷൻ വേല ചെയ്തു
കുറേ പേര് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ആ സഭയ്ക്ക് തന്നെ, അവിടെ ജോലി ചെയ്തവർക്ക് തന്നെ എന്തൊരു സന്തോഷമാണ്. പൗലോസിൻ്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പരിച്ഛേദന കർമ്മത്തെക്കുറിച്ചൊരു വാദപ്രതിവാദം ഉണ്ടായി. അതൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പൗലോസും ബാർണബാസും കൂടെ ജെറുസലേമിലേക്കൊരു യാത്ര ചെയ്തു. ജെറുസലേമിലെ ശ്രേഷ്ഠന്മാരും അപ്പോസ്തലന്മാരുമായിട്ട് വിഷയം ഒന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനമുണ്ടാക്കി സഭ മൊത്തം അറിയിക്കണം, അല്ലെങ്കിൽ സഭയിലൊരു ഭിന്നിപ്പ് ഇങ്ങനെ നിലനിൽക്കും. അതിനുവേണ്ടി അവർ പോയത്. പക്ഷെ പോയ വഴിക്ക് യാത്രയിൽ അവർ വിജാതിയരുടെ മാനസാന്തര വാർത്ത വിവരിച്ച് കേൾപ്പിച്ചു. പോകുന്ന സ്ഥലത്തൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വിജാതിയരുടെ മാനസാന്തരത്തിൻ്റെ വാർത്ത. അതുകൊണ്ട് അവർ ഫിനീഷ്യ, സമറിയ എന്നിവിടങ്ങളിലൊക്കെ അവിടെ കൂടെ ആണ് അവർ ജെറുസലേമിലേക്ക് പോകുന്നത്. അവിടെ പോയ വഴിക്കെല്ലാം അവർ ഈ വാർത്ത അറിയിച്ചു. കേട്ട സഹോദരന്മാർക്ക്, വിശ്വാസികൾക്ക് എന്തൊരു സന്തോഷം! എത്രയോ വിജാതിയർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. വിജാതിയർക്ക് രക്ഷ പോലും കിട്ടാൻ സാധ്യമല്ലെന്നാണ് യഹൂദർ വിചാരിച്ചത്. പക്ഷേ യേശു കർത്താവിൻ്റെ സ്നേഹം ഒരു പ്രദേശത്തേക്ക്, ഒരു കൂട്ടരോടോ ഒരു രാജ്യത്തോടോ മാത്രം ഒതുങ്ങി നിൽക്കല്ല, സർവജാലങ്ങളോടും സർവജാതി മനുഷ്യരോടും അവൻ രക്ഷയുടെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയാണ്. ഇതാണ് സന്തോഷം. അപ്പോസ്തലപ്രവൃത്തികൾ 15:3 പറയുന്നു, സഹോദരന്മാർക്കെല്ലാം എല്ലാവർക്കും വലിയ സന്തോഷമുണ്ടായി. ഈ വിജാതിയർ മാനസാന്തരപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായെന്നുള്ള കാര്യം ഓർത്തോണം. നമ്മുടെ ഇവിടെ ചിലർക്ക് സന്തോഷത്തിന് പകരം അസൂയയുണ്ടായെന്നിരിക്കും. ഒരിക്കലും പാടില്ല. ഒരു പാപി, ഒരു വിജാതിയനോ ആരെങ്കിലും ആയിക്കോട്ടെ സഭയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം യാതൊരുവിധ അസൂയയും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വലിയൊരു തെറ്റാണത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്ഷിക്കപ്പെട്ടവർ അവർ സഭയുടെ അഭിമാനത്തിൻ്റെ കിരീടമാണ്. സ്പോർട്സിലൊക്കെ വിജയം വരിക്കുമ്പോൾ സമ്മാനമായിട്ട് കിരീടം കിട്ടത്തില്ലേ? എന്തൊരു സന്തോഷം അവർക്ക്! അല്ല, രക്ഷിക്കപ്പെട്ടവർ സഭയിലേക്ക്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം വർദ്ധിച്ചു വരുമ്പോൾ ആ സഭയ്ക്കും നമുക്കൊക്കെ അത് അഭിമാനത്തിൻ്റെ ഒരു കിരീടമാണ്. പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1 തെസ്സലോനിക്ക 2:19-20 വാക്യങ്ങളിൽ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? തെസ്സലോനിക്ക സഭയോട് പറയുക, നിങ്ങളല്ലേ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനവും കിരീടവും. നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. അല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരാളിനെയെങ്കിലും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് സന്തോഷം, ആ വ്യക്തിക്ക് സന്തോഷം, നമുക്കൊരാളെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്നൊരു സന്തോഷം, സ്വർഗത്തിൽ സന്തോഷം, മാലാഖമാർക്ക് സന്തോഷം, കർത്താവിന് എത്രയോ സന്തോഷം. നമുക്ക് ചിലപ്പോൾ കുറച്ച് സഹിക്കേണ്ടിയൊക്കെ വരുമായിരിക്കും. നമ്മൾ സഹിക്കേണ്ടി വന്നിരുന്നെങ്കിൽ സഹിക്കണം. പലപ്പോഴും ശിക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ സഹിക്കേണ്ടി വരുന്നത്. ഒരു പാപം ചെയ്ത അതിൻ്റെ ശിക്ഷയല്ല. അങ്ങനെ അനുഭവിച്ചാൽ നമുക്ക് സമാധാനപൂർവമായ ഫലം നമുക്ക് ലഭിക്കും. ഹെബ്രായ ലേഖനം 12-11 വാക്യം പറയുന്നു, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. ആദ്യം കുറച്ച് പ്രയാസം തോന്നിയാലും പിന്നെ ഫലം ലഭിക്കും. അത് നീതിയുടെ സമാധാനപൂർവമായ ഒരു ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. പഠിച്ച് അധ്വാനിച്ച് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമായിപ്പോൾ. കഷ്ടപ്പെട്ടു, ശരി, ഫലം വന്നപ്പോഴത്തേന് വലിയ സന്തോഷം. നമുക്കും ഈ സന്തോഷം ലഭിക്കും. ആത്മീയമായ
ഈ ഒരു മത്സരം അതൊരു ഓട്ടമാണ്. അതിൻ്റെ വേലക്കാർ, നമ്മളൊക്കെ അതിൻ്റെ വേലക്കാരാണ്. ആ വേലക്കാരായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഓട്ടത്തോട് നമുക്ക് ഉപമിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, അത് ബിരുദ പ്രാപിക്കാനുള്ള ഒരു പ്രയത്നമാണ്. 1 കൊരിന്ത്യർ 9 അധ്യായം 24-25 വാക്യങ്ങളിൽ പറയുന്നു, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവീൻ. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവരെ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായ കിരീടത്തിന് വേണ്ടിയും. നശ്വരമായ കിരീടത്തിന് വേണ്ടി കായികാഭ്യാസി എത്രമാത്രം ആത്മനിയന്ത്രണം ചെയ്താണ് അതിലൊന്ന് ജയിക്കണമെന്ന് താല്പര്യപ്പെടുന്നത്. കിട്ടുമ്പോൾ എന്തുവാ കിട്ടുന്നത്? നശ്വരമായ ഒരു കിരീടം. ആത്മീയമായ തലത്തിൽ ഈ ഓടുന്നവർക്ക് കിട്ടുന്ന കിരീടം അനശ്വരമായ കിരീടം, നശിച്ചു പോകാത്ത കിരീടം. എങ്കിൽ പിന്നെ ഇതിനു വേണ്ടി അങ്ങ് ഓടിയാൽ പോരെ? ഈ നശിച്ചു പോകുന്ന കിരീടത്തിന് വേണ്ടി ഓടുന്നത് എന്തിനാ? അനശ്വരമായ കിരീടത്തിന് വേണ്ടി ഓടുക. അതല്ലേ ലാഭകരവും സന്തോഷകരവും കർത്താവിന് പ്രീതികരവും ഒക്കെ ആയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓടാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടത്തെക്കുറിച്ച്, ഈ ഓട്ടക്കാരന് ചില തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഗലാത്യർ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു സഭയാണ്. സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു എന്ന് പൗലോസിന് തോന്നി. അതുകൊണ്ട് പൗലോസ് അവർക്ക് ഇങ്ങനെ എഴുതി, ഗലാത്യർ 5:9-10 വാക്യങ്ങൾ, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. ഭൗമികമായ ഒരു തത്വമാണല്ലോ അത്. ഇത് ആത്മീയതലത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. അല്പം നമ്മൾ പുളിപ്പുള്ളവർ ആയിരിക്കണമെന്നും ഈ മാവിനെ പുളിപ്പിക്കണമെന്നും അങ്ങനെ സ്വർഗരാജ്യം സ്ഥാപിച്ചെടുക്കണമെന്നും കർത്താവ് ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുളിപ്പാണ്, എല്ലാത്തിനും പുളിപ്പിക്കണം. അതുപോലെ സംഭവിക്കും. ഇനിയും ഈ പുളിപ്പെന്ന് പറയുന്ന തെറ്റായ വിധത്തിലുള്ള ചിന്തയുമെല്ലാം ആകാം. നല്ലതായിട്ടിരിക്കുന്ന ഒരു പാത്രം പാലിലോട്ട് ഒരല്പം വിഷാംശം കലർന്നാൽ അത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിൽ തെറ്റ് പകരാൻ പാടില്ല. ഈ പുളിപ്പ് ഒരു വിഷം പോലായിട്ട് കണക്കാക്കാം. അപ്പോൾ അത് മാവിനെ അങ്ങ് വൃത്തികേടാക്കും, പിന്നെ അത് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല. ഗലാത്യരുടെ ഇടയിൽ തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടിറക്കുന്ന കുറച്ച് കൂട്ടരെങ്ങനെ കയറി വന്നു. തെറ്റിപ്പോകുമോ എന്ന് പൗലോസിനൊരു വിഷമമുണ്ടായി. അതുകൊണ്ടാണ് പൗലോസ് അത് പറയുന്നത്, നിങ്ങൾ വ്യതിചലിച്ച് പോകുമോ എന്നെനിക്കൊരു സംശയമുണ്ടായി. അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് പൗലോസ് പറയുന്നത്. ഇതിന് പ്രവർത്തിച്ചത് ആരാ? അവൻ ആര് തന്നെ ആയാലും അവനുള്ള ശിക്ഷ അവന് ലഭിക്കും. ഓർത്തോണം, ആ പുളിപ്പ് കൊണ്ട് ചേർത്തവന് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പൗലോസ് പറഞ്ഞ വാചകത്തിൽ എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കരുതെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. പൗലോസിൻ്റെ വീക്ഷണം ക്രിസ്ത്യമായ വീക്ഷണമാണ്. യേശു കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ അനുവർത്തിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ആ വീക്ഷണഗതി പിന്തുടരുകയും ചെയ്യുന്ന ആളാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങൾക്ക് വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. മാറിപ്പോകരുത്. അപ്പം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, അല്ല പൗലോസ് ആയിരുന്നെങ്കിൽ ഇതിനെന്ത് തീരുമാനം എടുക്കുമായിരുന്നു നമുക്ക് ചിന്തിക്കാം. ബൈബിളിൽ എന്ത് എഴുതിയിട്ടുണ്ട്, ലിഖിതം എന്ത് പറയുന്നു നമുക്ക് നോക്കാം.
അല്ല, പൗലോസിൻ്റെ ഭീഷണഗതി എന്തായിരുന്നു നമുക്ക് നോക്കാം. തെറ്റിപ്പോകരുത്, ഇതാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് ഈ ഓട്ടത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ ലക്ഷ്യത്തിലേക്കാണ് പ്രയാണം ചെയ്യേണ്ടത്. അവൻ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തെ മുന്നിൽ നിർത്തി വേണം ഓടാൻ. ഓട്ടക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. എങ്ങോട്ടേലും ഓടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അതിലേ വേണേൽ കുറുക്ക് വഴി എന്നും പറഞ്ഞൊക്കെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. കുറുക്ക് വഴി, സ്വർഗത്തിലൊക്കെ വാഹൻ കുറുക്ക് വഴി, അങ്ങനെ കുറുക്ക് വഴിയൊന്നുമില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. അതൊക്കെ യേശുക്രിസ്തുവിനെ മുന്നോട്ട് നോക്കി, യേശുക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകുന്നതാണ്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം യേശുക്രിസ്തു ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അല്ല വല്ല കുറുക്ക് വഴിയുണ്ടോ, ഈ കുറുക്ക് വഴി പറഞ്ഞു തരുന്ന ചിലരുണ്ട്. ഒന്നും പോകരുത്, യേശുക്രിസ്തു മാത്രം നമ്മുടെ ലക്ഷ്യം. ഫിലിപ്പിയ ലേഖനം 3:14-21 വാക്യങ്ങളായിട്ട് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. 21 വാക്യം: സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവിനെ നോക്കി ഓടിയാൽ മതി. നമ്മുടെ ശരീരം ദുർബലമാണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മളങ്ങനെയൊന്നും വലിയ മിടുക്കരും ശരീര ബലമൊന്നും ഉള്ളവരല്ല. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. അവൻ്റെ മഹത്വമുള്ള ശരീരം പോലെ, അവൻ്റെ മഹത്വമുള്ള ശരീരം പോലെ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. നോക്കി ഓടിക്കൊണ്ടാൽ മതി. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓട്ടമാണ്. പകുതിക്ക് വെച്ചോ ഇടയ്ക്ക് വെച്ചോ ഒന്നും നിർത്തിക്കളയരുത്. ഓട്ടം പൂർത്തിയാക്കണം. നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്. ലൗകിക ഭാരങ്ങളും പാപങ്ങളും നമ്മെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം നാം നീക്കിക്കളയണം. ഈ ഓട്ടപ്പന്തയം നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് ഈ ഓട്ടപ്പന്തയം. അത് നാം സ്ഥിരോത്സാഹത്തോടെ ഓടി പൂർത്തിയാക്കണം. അറ്റം വരെ ചെന്നു ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞ് നിർത്തിക്കളയരുത്. അത് ഓടി പൂർത്തിയാക്കണം. സ്ഥിര ഉത്സാഹത്തോടുകൂടി. ഉത്സാഹമുണ്ടായിരിക്കണം, സ്ഥിരമായിട്ടുണ്ടായിരിക്കണം. അല്ല ഇടയ്ക്ക് നിന്ന് ഇച്ചിരി നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് ഓടാവുന്നൊന്നുമല്ല. സ്ഥിര ഉത്സാഹത്തോടുകൂടി അത് ഓടി പൂർത്തിയാക്കണം. ഹെബ്രായ ലേഖനം 12:2 ഇങ്ങനെ പറയുന്നു: നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനാണ്, അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനാണ്. നമ്മുടെ നാഥൻ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനാണ്. അവനെ നോക്കി അങ്ങ് ഓടിക്കൊണ്ടാൽ മതി. ഇനി ഒന്ന് ഓട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് പൊരുതണം, വിശ്വാസം കാക്കണം, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷയുണ്ട്. അവൻ്റെ രണ്ടാമത്തെ ആഗമനം അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. സമ്മാനം നമുക്കും ലഭിക്കും. പൗലോസ് തൻ്റെ ഓട്ടത്തെ മാതൃകയാക്കി കാണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പ്രബോധിപ്പിക്കുകയാണ്. നാം നന്നായി ഓടണം, ഓട്ടം പൂർത്തിയാക്കുകയും വേണം. വിശ്വാസം കാത്തുകൊണ്ട് തന്നെ വേണം ഓടാൻ. ഇടയ്ക്കൊന്നും വിശ്വാസം ഒന്നും വിട്ടുകളയരുത്. സംശയമൊന്നും ഉണ്ടാകണ്ട. വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഓടിക്കോളൂ. നീതിയുടെ കിരീടം തനിക്ക് സമ്മാനമായി ലഭിക്കുമെന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ട്. നമുക്കും കിട്ടും. അതാ പൗലോസ് പറഞ്ഞത്. പൗലോസിന് മാത്രമല്ല, നമുക്കും കിട്ടും. നമ്മൾ ഓടി ആ പ്രതീക്ഷയോട് അവൻ്റെ രണ്ടാമത്തെ വരവിലെ ആ പ്രതീക്ഷയെ നോക്കി വെച്ചുകൊണ്ട് ഉറപ്പോടുകൂടി മുന്നോട്ട് ഓടിയാൽ മതി. നമുക്കും കിട്ടും.
2 തിമോഥെയോസ് 4:8 ഭാഗം പറയുന്നു, നീതിപൂർവം വിധിക്കുന്നവ കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കും. താൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായിരിക്കുന്നു എന്ന് പൗലോസിന് മനസ്സിലായി. നമ്മുടെ വേർപാടിൻ്റെ സമയത്ത് നമ്മൾ വേർപെടുമല്ലോ, നമ്മുടെ വേർപാടിൻ്റെ സമയം സമാഗതമാകുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ പറയുവാനായിട്ട് നമുക്കും സാധിക്കണം. അത് സാധിക്കണം. ഇനി അടുത്ത വാചകം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 30 വരെയുള്ള വാക്യങ്ങളാണ്. വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. തിമോഥെയോസ്, എപ്പഫ്രോദിത്തോസ് എന്നീ 2 സഹപ്രവർത്തകരെക്കുറിച്ച് പൗലോസ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു. തിമോഥെയോസിനെ പൗലോസ് സഹപ്രവർത്തകനായി എടുത്തതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അവന് ലിസ്രായിലുള്ള ഒരു ശിഷ്യനായിരുന്നു. അമ്മ ഒരു യഹൂദ സ്ത്രീയാണ്, വിശ്വാസിനിയാണ്. പിതാവ് ഗ്രീക്കുകാരനാണ്. ലിസ്ര, ഇക്കോണിയം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് തിമോഥെയോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പൗലോസ് അവനെ തൻ്റെ കൂടെ കൂട്ടുവാനായിട്ട് തീരുമാനിച്ചു. നല്ല അഭിപ്രായമുള്ള ഒരു മനുഷ്യൻ അവനെ തൻ്റെ കൂടെ സഹപ്രവർത്തകനായിട്ട് കൂട്ടി. കർത്താവിൽ എൻ്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ എന്നാണ് പൗലോസ് 1 കൊരിന്ത്യർ 4:17 വാക്യമുണ്ട്. എൻ്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ, അങ്ങനെയാണ് തിമോഥെയോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നല്ലോ, നീ അനേക കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ കർത്താവ് അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. വിശ്വസ്തനായിരിക്കണം വേലകളിൽ. എപ്പഫ്രാത്തോദിത്തോസ് പൗലോസ് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ സഹോദരൻ, സഹപ്രവർത്തകൻ, സഹയോദ്ധാവ്. ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ അപ്പോസ്തലൻ, എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകൻ. അങ്ങനെയുള്ള ആളാണ് എപ്പഫ്രോദിത്തോസ്. അവൻ രോഗിയായി മരണത്തോളം എത്തിയെങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അവനെ ഫിലിപ്പിയയിലേക്കൊന്ന് അയക്കണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പൗലോസ് താല്പര്യപ്പെട്ടു. ക്രിസ്തുവിന് വേണ്ടിയുള്ള വേലകളിലാണ് അവനങ്ങനെ മരണത്തിൻ്റെ വക്കോളം എത്തിയത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിൻ്റെ വേലകളിൽ നമുക്ക് അവിടെ വരെ ചെല്ലാം, മരണത്തിൻ്റെ വക്ക് വരെ ചെല്ലാം. മരിച്ചു കളയണ്ട, പിന്നെയും ജോലി ചെയ്യണം, മരണത്തിൻ്റെ വക്ക് വരെ നമുക്ക് ചെല്ലാം. ഇപ്പം 2-ാം അധ്യായം കഴിഞ്ഞു, നമ്മൾ 3-ാം അധ്യായത്തിലൂടെ കയറുകയാണ്. യഥാർത്ഥ നീതി, ലക്ഷ്യത്തിലേക്കുള്ള തൻ്റെ മുന്നേറ്റം, ഈ കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് എഴുതുന്നത്. 3-ാം അധ്യായം 1-ാം വാക്യം: എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവീൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഒരേ കാര്യം ഞാൻ ഒന്ന് കൂടുതൽ പ്രാവശ്യം എഴുതുന്നു, എനിക്കതിൽ മടുപ്പ് തോന്നുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നമ്മൾ ദൈവവചനം എഴുതുമ്പോഴോ പറയുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ചില പോയിൻ്റ് എടുത്ത് 2ാമത് ചിലപ്പോൾ 3ാമതൊക്കെ പറഞ്ഞു തന്നിരിക്കും. അതിനിച്ചിട്ട് പ്രാധാന്യമുണ്ട്. അത് കേൾക്കുന്ന ശ്രോതാക്കൾ അത് പെട്ടെന്നൊന്ന് ഹൃദയത്തിലോട്ടൊന്ന് പതിക്കണം, കുറച്ചുകൂടെ ആഴമായിട്ട് പതിയട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് അങ്ങനെ ചിലപ്പോൾ പറയാറുള്ളത്. പൗലോസ് പറയുന്നത്, എനിക്ക് വീണ്ടും ഈ കാര്യം ഒന്ന് ആവർത്തിച്ച് പറയുന്നതിൽ വിഷമവും ഇല്ല, അത് നല്ലതാണ്, അത് കൂടുതൽ സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകും എന്നാണ് പൗലോസ് പറയുന്നത്. സന്തോഷിക്കുന്നതിൻ്റെ കർത്താവിൽ സന്തോഷിക്കുന്നതിൻ്റെ കാര്യമാണ് പൗലോസ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. നാം സന്തോഷിക്കുന്നത് കർത്താവിൽ ആയിരിക്കണം. 4:4 പൗലോസ് ഇക്കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട്, നാം കർത്താവിൽ സന്തോഷിക്കണം. നമ്മൾ ശ്രദ്ധിച്ചോണം, സന്തോഷിക്കണമെന്ന് മാത്രമല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നാം കർത്താവിൽ
സന്തോഷിക്കണം. ഏത് കാര്യത്തിനും, ഏത് തമാശ കേട്ടും, ഏതെങ്കിലും ഒരു തമാശ പറഞ്ഞും, ഏതെങ്കിലും ഒരു തമാശ കാര്യത്തിൽ ഇടപെട്ടും സന്തോഷിക്കാനല്ല പൗലോസ് നമ്മളോട് ഉപദേശിക്കുന്നത്. കർത്താവിൽ സന്തോഷിക്കണം. ഫിലിപ്പിയരെ സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. വിശ്വാസികളെല്ലാം ദത്തെടുക്കപ്പെട്ടവരാണ്. അവർക്ക് പിതൃത്വം ദൈവവുമായിട്ട് അവർക്ക് പിതൃത്വമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരെയും നമ്മൾ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വിശ്വാസികളെയും നമുക്ക് സഹോദരന്മാർ എന്ന് വിളിക്കാം. യോഹന്നാൻ സുവിശേഷം 1:12 വാക്യമുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കൾ ആകാൻ അവൻ കഴിവ് നൽകി. അപ്പം നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ അങ്ങ് വിശ്വസിച്ചാൽ, അവനെ സ്വീകരിച്ച് വിശ്വസിച്ചാൽ നമ്മളെല്ലാം നേരം ദൈവത്തിൻ്റെ മക്കളാകും. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആകുവാണെങ്കിൽ നമ്മൾ പരസ്പരം സഹോദരന്മാരാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ എല്ലാവരെയും നമുക്ക് സഹോദരന്മാർ എന്ന് വിളിക്കാം. സഹോദരന്മാർ തമ്മിൽ ഒരു ആത്മീയ ബന്ധം ഉണ്ട്. ഒന്ന്, അനുസരണത്തിൻ്റെ കാര്യത്തിൽ. അനുസരണം എന്താണ്? സഹോദരന്മാരെല്ലാം ചെയ്യുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും, സഹോദരന്മാരായ നമുക്കെല്ലാവർക്കും ഒരേ ജോലിയേ ഉള്ളൂ, പിതാവിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുക, അത് പ്രവർത്തിക്കുക. അങ്ങനെ പിതാവിനോട് അനുസരണമുള്ളവരായിരിക്കുക. അത് മാത്രം എല്ലാവരും ചെയ്താൽ മതി. മത്തായി 12:50 പറയുന്നു, യേശു കർത്താവ് പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ആരാണ് എൻ്റെ സഹോദരൻ? ആരാണ് എൻ്റെ സഹോദരി? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അവനാണ്. സഹോദരങ്ങളും അമ്മയും ഒക്കെ വന്ന് യേശുവിനെ ഒന്ന് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. ഒന്ന് കാണണം, സംസാരിക്കണം. ആൾക്കൂട്ടം എപ്പോഴും ഇങ്ങനെ യേശുവിൻ്റെ അടുത്ത് നിൽക്കുകയല്ലേ. വന്നപ്പോൾ യേശു പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരന്മാർ? എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ യേശുവും കൊടുത്തു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും. അപ്പം നമുക്കും സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. പിതാവിൻ്റെ ഇഷ്ടം അങ്ങ് നിറവേറ്റിയാൽ മതി. അങ്ങനെ വന്നാൽ, സഹോദരന്മാരായാൽ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശമുണ്ട്. റോമർ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് ചിലപ്പം കുറച്ച് പീഡകളൊക്കെ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമത്തെ പ്രതി ഉണ്ടാകും. ആ പീഡയങ്ങ് സഹിച്ചോളൂ, കുഴപ്പമില്ല. അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിനാണ് നാം ഇപ്പോൾ അവനോടുകൂടി പീഡ അനുഭവിക്കുന്നത്. വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ വിശുദ്ധരുടെ സഹപൗരരാ. പൗരത്വമുണ്ട്. എഫേസ്യോസ് 2:19 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മൾ ദൈവഭവനത്തിലെ ഒരു അംഗമാണ്, വിശുദ്ധരുടെ സഹപൗരരാണ്. ആരും നമ്മളെ ഓടിച്ചു വിടത്തില്ല. ചിലപ്പം നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് നിന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകുകയും, നിങ്ങളെ പണ്ട് പൗരന്മാരായിരുന്നില്ല, ഇന്ത്യയിലെ ആൾക്കാരായിരുന്നില്ല, ഓടിക്കോളീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുമോ? നമുക്കറിയാമല്ലോ നമ്മൾ ഇവിടെ ഇന്ത്യൻ പൗരരാണെന്ന്. നമുക്ക് ഓടിപ്പോണ്ട. പൗരത്വമില്ലാത്തവരാണ് ഓടുന്നത്. പൗരത്വം ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ എവിടുത്തെ പൗരന്മാരാണ്? വിശുദ്ധരുടെ സഹപൗരര്, ദൈവഭവനത്തിലെ അംഗങ്ങൾ. നമുക്ക് പൗരത്വം ദൈവഭവനത്തിലുണ്ട്. ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ, സഹപൗരത്തരാ എല്ലാവരും. ഇനിയും കർത്താവ് നമ്മൾ സഹോദരരായതുകൊണ്ട് ഒരു കാര്യം നമ്മളോടൊന്ന് ഉപദേശിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ റബ്ബി എന്നും പിതാവ് എന്നും വിളിക്കപ്പെടരുത്. വിളിക്കരുതെന്നല്ല പറഞ്ഞത്, വിളിക്കപ്പെടരുത്.
അപ്പം വിളിക്കാനും പാടില്ല, എങ്കിലല്ലേ വിളിക്കപ്പെടുന്നത്. അപ്പം വിളിക്കപ്പെടുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഞങ്ങളെ നിങ്ങളെല്ലാം റബ്ബി എന്നും പിതാവെന്നും വിളിക്കരുത്. കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, നിങ്ങൾ റബ്ബി എന്നും പിതാവ് എന്നും വിളിക്കപ്പെടരുത്. മത്തായി 23:8. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. സഹോദര സഹോദര എന്ന് വിളിച്ചോളൂ. ആരെയും റബ്ബി എന്നോ പിതാവെന്നോ വിളിക്കരുത്, വിളിക്കപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 12 ശിഷ്യന്മാരെ യേശു തന്നെ സഹോദരർ എന്നാണ് വിളിച്ചത്. യോഹന്നാൻ 21:23 വാചകം ഞാനൊന്ന് വായിക്കാം. ആ ശിഷ്യൻ മരിക്കയില്ല. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചാണ് പറയുന്നത്. ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു സംസാരം സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്നാ പറഞ്ഞത്. അപ്പോൾ സഹോദരന്മാരുടെ ഇടയിലായി ഈ സംസാരം ഇങ്ങനെ ഉണ്ടായത്. ആരാണ് സഹോദരന്മാർ? ഈ 12 പേര് പരസ്പരം സഹോദരന്മാരാണെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവിൽ സന്തോഷിക്കുവാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്. കഷ്ടങ്ങളിലും നാം സന്തോഷിക്കണം, കഷ്ടങ്ങളിലും നാം സന്തോഷിക്കണം. ഏതെല്ലാം കഷ്ടപ്പാടുകളാണ് നമുക്കുണ്ടാകുന്നത്? ആ കഷ്ടപ്പാടുകളെല്ലാം നാം സന്തോഷിക്കണം. കൃഷിയിടങ്ങളിൽ നിന്ന് ഫലങ്ങൾ കിട്ടിയില്ലെങ്കിലും, എല്ലാം നഷ്ടമായാലും നാം കർത്താവിൽ സന്തോഷിക്കണം. എല്ലാം അങ്ങ് നഷ്ടമായിരിക്കട്ടെ, നാം കർത്താവിൽ സന്തോഷിക്കണം. ഹബക്കൂക്ക് പ്രവാചകൻ 3:17-18 വാക്യങ്ങളിൽ പറയുകയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. ഒത്തിരി കാര്യങ്ങൾ ഇല്ലാതായെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള പലതും അല്ലെന്ന് നമ്മൾ വിചാരിക്കും. എടുത്തു പറഞ്ഞത് പാലസ്തീൻ ഇസ്രായേൽ നാട്ടിലെ ചില കാര്യങ്ങളൊക്കെയാണ്. അത്തിവൃക്ഷത്തിൻ്റെ കാര്യവും മുന്തിരിയുടെ ഫലവും വയലുകളിൽ ധാന്യം, അത് പിന്നെ ഇവിടെ നെല്ലുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ആട്ടിൻ കൂട്ടം അത് നമുക്ക് വളരെ കുറവാണ് ഇവിടെ. കന്നുകാലികളൊക്കെ ഉണ്ട്, അതങ്ങ് തൊഴുത്തില്ലാതായാലും എന്ത് സംഭവിച്ചാലും ഞാൻ ആനന്ദിക്കും. എങ്ങനെ? കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ദൈവം എൻ്റെ രക്ഷകനാണ് എന്ന് നമ്മൾ ഓർത്തോണം. പിന്നെ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു സംഗതി, ക്രിസ്തുവിനെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിനെ പ്രതി നമുക്ക് ചില പീഡകളൊക്കെ ഉണ്ടാകേണ്ട സമയങ്ങളൊക്കെ വരും. ആനന്ദിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 5:12. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവീൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ഈ സമ്മാനം വലുതായിട്ട് കിട്ടണം. ഈ പ്രയത്നം കുറഞ്ഞാലും സമ്മാനം കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് ചെറിയത് കിട്ടിയാൽ പോരാ, വലിയ സമ്മാനം കിട്ടണം. യോഹന്നാനും യാക്കോബും അമ്മയോട് കൂടി ചെന്ന് പറഞ്ഞതല്ലേ, ഞങ്ങളെ ഇടത്തും വലത്തും ഇരുത്തണേ. എല്ലാവരും ഇരുത്തിക്കോ, ഞാൻ വിരോധമില്ല, പക്ഷെ ഞങ്ങളെ വേണം ഇടത്തും വലത്തുമായിട്ടിരിക്കാൻ. അങ്ങനെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, വലിയ സ്ഥാനവും കിട്ടണം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്,
ഈ ക്രിസ്തുവിനെ പ്രതി നമുക്ക് പേടിയുണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ചുകൊണ്ടാൽ മതി. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും, വലിയ പ്രതിഫലം ലഭിക്കും. അപ്പം വലിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരെയും അവരിങ്ങനെയൊക്കെ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെന്ന് വരാം. ക്രിസ്തുവിനെ പ്രതി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും സന്തോഷിച്ചോളൂ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും സന്തോഷിക്കണം. ഫിലിപ്പിയിൽ വെച്ച് പൗലോസ് സീലാസ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ പലരും വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. വിശ്വസിച്ചവർ എന്ത് ചെയ്യണം? അവർ ജ്ഞാനസ്നാനമേറ്റു. ഒത്തിരി പേരൊക്കെ അങ്ങനെ ചെയ്തു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയിൽ നിന്നും അശുദ്ധാത്മാവിനെ പുറത്താക്കി. ഒരു കുട്ടിക്ക് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുക, അതിനെ പുറത്താക്കി. പക്ഷേ അവിടുത്തെ ചിലരെ പൗലോസിനെയും സീലാസിനെയും വിടുന്നില്ല. പൗലോസിനെയും സീലാസിനെയും ന്യായാധിപന്മാരുടെ കൽപ്പന പ്രകാരം കാരാഗ്രഹത്തിൽ അടച്ചു. സത്യത്തിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അവരെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. അവിടെ കിടക്കാൻ പറഞ്ഞു രാത്രിയിൽ. കർത്താവിൻ്റെ ഭാഗത്ത് എല്ലാം നീതിയായിട്ട് കർത്താവ് വേണ്ട സമയത്ത് പ്രവർത്തിച്ചോളും. അപ്പോസ്തലപ്രവൃത്തികൾ 16:25-26 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ പൗലോസും സീലാസും കാലുകൾ കാമം വെച്ചിരിക്കുകയാണ്, ഉള്ളറയിലാണ്. അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അനുഭവം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അങ്ങനെ ആരെയും കർത്താവിൻ്റെ പേരിൽ നിങ്ങൾ ചങ്ങലിലിടണ്ടെന്ന ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എനിക്ക് വേണ്ടി വാതിലുകൾ അടച്ചു കളയുകയാണോ? പേടിക്കണ്ട. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വാതിലുകളെ ചിലപ്പോൾ ആരെങ്കിലും അടച്ചു കളയാൻ ശ്രമിച്ചെന്ന് വരാം. പേടിക്കണ്ട. ഒരു വാതിലെ അടച്ചെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വാതിൽ അടക്കിയാണ് ഒരാൾ, ഏതെങ്കിലും ഒരു ശക്തി. വിഷമിക്കണ്ട, കാണുന്ന കർത്താവ് അവിടെയുണ്ട്. എല്ലാ വാതിലുകളും തുറക്കപ്പെടും. പ്രവർത്തിക്കാനുള്ള ആ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ്. ഇങ്ങനെ സംഭവിക്കും. ആഹ്ലാദിച്ചോളാനാണ് പറഞ്ഞത്, സങ്കടപ്പെടേണ്ട. ഇനി നാലാമതൊരു കാര്യം പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ദാരിദ്ര്യം നമുക്കുണ്ടാകുമല്ലോ. ദാരിദ്ര്യത്തിലും നമ്മൾ സന്തോഷിക്കണം. 2 കൊരിന്ത്യർ 6:10 പറയുന്നു, ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു, ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലും നമ്മൾ സന്തോഷിക്കണം. ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. കർത്താവിനുള്ളതൊക്കെ നമുക്കും കിട്ടും, എല്ലാം നമുക്ക് ആർജിച്ചിരിക്കുന്നു. ഇനി ധനം, നമുക്കുള്ള പണത്തിൽ നിന്ന് വല്ലവരും മോഷ്ടിച്ചുകൊണ്ട് പോകുക, അപകരണം നടത്തുകയൊക്കെ ചെയ്യാം. സന്തോഷിക്കുക. ധനത്തിൻ്റെ അപകരണത്തിലും നാം സന്തോഷിക്കണം. കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നമുക്ക് വേറെയുണ്ട്, നമ്മൾ സന്തോഷിച്ചോളൂ. അപ്പോസ്തലപ്രവൃത്തികൾ 10:34 തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനയിൽ പങ്കിട്ടു. ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. 7 നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. നമുക്ക് അഗ്നിപരീക്ഷകളുണ്ടാകാം, അപ്പോൾ നമ്മൾ സന്തോഷിക്കണം.
അഗ്നിപരീക്ഷകളിൽ ആഹ്ലാദിക്കുവീൻ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുകയാണ്. 1 പത്രോസ് 4:12-13 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരായതിൽ നിങ്ങൾ ആനന്ദിക്കുവീൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിനെ പ്രതി പീഡ സഹിക്കുമ്പോഴും ആനന്ദിച്ചുകൊണ്ടാൽ മതി. കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ വരണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 15:11. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യേശു തൻ്റെ മരണത്തിനോടടുത്ത് ശിഷ്യന്മാരെ ഇരുത്തി ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒക്കെയും പഠിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ ഞാൻ എന്തിനാ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളണം. അതിനുവേണ്ടി ഞാനിതൊക്കെ പറയുന്നത്. ഇനി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വലിയ സന്തോഷം ഉളവാക്കുന്നു. മഗ്ദലേന മറിയവും മറ്റേ മറിയവും ഈ വാർത്ത അറിഞ്ഞത് തന്നെ ദൂതന്മാർ പറഞ്ഞിട്ടാണ്. മത്തായി 28:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടിപ്പോയി. വലിയ സന്തോഷം അവർക്കുണ്ടായത്. ഇനി സ്വർഗാരോഹണം ചെയ്ത കാര്യം, അത് വലിയ സന്തോഷമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൽ ശിഷ്യർക്ക് അത്യധികം ആനന്ദമുണ്ടായി. ലൂക്ക 24:50, 51, 52 വാക്യങ്ങളിൽ പറയുകയാണ്, അവനവരെ ബഥാനിയ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കേ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് വഹിക്കപ്പെടുകയും ചെയ്തു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് സ്വർഗത്തിലോട്ട് അങ്ങ് സംഭവിക്കപ്പെട്ടു. അവർ യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവനെ ആരാധിച്ചു. അവർക്ക് മനസ്സിലായി യേശു ദൈവമാണെന്ന്. അവരെ ആരാധിച്ചു. അത്യന്തം ആഹ്ലാദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങുകയും ചെയ്തു. മൂന്നിൻ്റെ 2-ാം വാക്യം, നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. പുറജാതികളെ യഹൂദര് നായ്ക്കൾ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അവജ്ഞയോടുകൂടിയും അല്ലാതെയും അങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. മത്തായി 7:6 പറയുന്നു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. മത്തായി 15:26 പറയുന്നു, യേശു പറഞ്ഞൊരു വാചകമാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് അഥവാ ഈ ദുഷ്ടന്മാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവവചനം അത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. യേശു പറയുകയാണ്, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, അതല്ല പ്രധാന കാര്യം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ്. കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, പിശാചുകളെ പുറത്താക്കി, നിരവധി അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നീ പ്രവൃത്തികളൊക്കെ ഓരോരുത്തർ പറയും. അതൊന്നും സ്വർഗത്തിലോട്ട് പോകാനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. മത്തായി 7:21 അവൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരേ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. മത്തായി 5:22 പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരും. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കുന്നവനെ ഭയപ്പെടുവീൻ. കർത്താവ് പറയുന്നു. ഇനി കർത്താവ് വേറൊരു കാര്യം പറയുകയാണ്, പരിച്ഛേദനവാദികളെ സൂക്ഷിച്ചുകൊള്ളുവീൻ.
പൗലോസ് നമ്മളോട് പറയുകയാണ്. പൗലോസ് അങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തു യേശുവിനെ കർത്താവായി സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് അതാണല്ലോ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം. അങ്ങനെ രക്ഷ പ്രാപിക്കാൻ അത് ആവശ്യമാണ്. എന്നാൽ രക്ഷ പ്രാപിക്കാൻ ആവശ്യം ഇതാണെന്നിരിക്കെ യഹൂദ മതാചാരപ്രകാരമുള്ള പരിചേദന കർമ്മം കൂടി ക്രിസ്തു വിശ്വാസികൾ നടത്തിയിരിക്കണം. അത് രക്ഷയ്ക്ക് അത്യാവശ്യമാണ് എന്ന് ചില യഹൂദ ക്രിസ്ത്യാനികൾ തെറ്റായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിനെയാണ് പൗലോസ് ശക്തിയുക്തം എതിർക്കുന്നത്. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമ പാലകനായിരുന്നു. അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്തതിനെ തുടർന്ന് എടുത്ത തീരുമാനം പരിച്ഛേദന കർമ്മം ഈ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ലെന്നാണ്. അപ്പോൾ നമ്മെ നയിക്കുന്നത് ജീവാത്മാവിൻ്റെ നിയമമാണ്. അതുകൊണ്ടാണ് സൂക്ഷിച്ചു കൊള്ളാൻ പൗലോസ് പറയുന്നത്. പരിച്ഛേദന കർമ്മം ദുരുപദേശത്തിലെ ഒന്ന് മാത്രമാണ്. ഇതുപോലെയുള്ള അനേകം ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തെ വേണം നമ്മൾ മുറുകെ പിടിക്കാൻ. എഴുതപ്പെട്ട ദൈവവചനമാണ് ആധാരമാക്കേണ്ടത്. വള്ളിയോ പുള്ളിയോ മാറ്റാൻ പാടില്ല. ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാനും പാടില്ല. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 2:17 മുതൽ 3:2 വരെയുള്ള വാക്യങ്ങളാണ്. ആത്മാക്കളെ നേടുന്നതിൽ നാം ആനന്ദം കണ്ടെത്തണം. കണ്ണുനീരോടെ വിതയ്ച്ച് ആനന്ദത്തോടെ നമുക്ക് കൊയ്യാം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. ബിരുദ പ്രാപിക്കണം. തടസ്സങ്ങൾ ഉണ്ടാകാം. സഹപ്രവർത്തകരായ തിമത്തിയോസ്, എപ്പഫ്രോദിത്തോസ് എന്നിവരെക്കുറിച്ചൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. സഹോദരർ തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് യേശുക്രിസ്തുവിൽ സന്തോഷിക്കാം. വ്യാജ ഉപദേഷ്ടാക്കളെ നമുക്ക് മാറ്റി നിർത്താം. അങ്ങനെ നമുക്ക് ധൈര്യമായി മുന്നോട്ട് കർത്താവിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ഓടാം. 172 എപ്പിസോഡിൽ ഫിലിപ്പിയർ 3 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.